വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യക്ക് വേൾഡ് കപ്പ് പ്രതീക്ഷകൾ അവസാനിച്ചത് റഫറിയുടെ പിഴവ് കൊണ്ട് മാത്രമാണ് എന്ന് പറയാനാകില്ലെങ്കിൽ കൂടി റഫറിയുടെ പിഴവും ഖത്തറിൻ്റെ പിന്നിൽ നിന്നുള്ള കുത്തേറ്റ് കൊണ്ട് തന്നെയാണ് ഇന്ത്യ വേൾഡ് കപ്പിന് ക്വാളിഫൈ ആവാതെ പോകുന്നത്. എന്താണ് കാര്യമെന്നാണ്. അപ്പം വീഡിയോയിലേക്ക് നമുക്ക് വിശദമായി കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ടച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റുകൾ നോട്ടീസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീഡിയോ എടുക്കാം. ഇന്നലെയായിരുന്നു ഇന്ത്യയുടെ അവസാന മത്സരം. ഇന്നലെ ഗ്രൂപ്പ് എയിൽ ഉള്ള എല്ലാവരുടെയും അവസാന മത്സരം തന്നെയായിരുന്നു. അതേസമയം കുവൈറ്റിൻ്റെ മത്സരം നടന്നിരുന്നു. കുവൈത്ത് 1-0 അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു. 81-ാം മിനിറ്റിലെ ഗോൾ ആയിരുന്നു കുവൈത്ത് അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്താൻ ഒരു ഗോളിനായിരുന്നു. ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഖത്തറിൻ്റെ പിന്നിൽ നിന്ന് കുത്തേറ്റു ഇന്ത്യ പരാജയപ്പെട്ടു. റഫറിയുടെ തെറ്റായ തീരുമാനവും ഉണ്ടായിരുന്നു. നമ്മൾ മുൻപ് ഇന്ത്യൻ ഫുട്ബോളിൽ റഫറിയുടെ തെറ്റായ തീരുമാനങ്ങളും കണ്ടിരുന്നു. എന്നാൽ ഇതാദ്യമായിട്ടാണ് ലോക ഫുട്ബോളിൽ യോഗ്യതാ മത്സരത്തിൽ ഇങ്ങനെയൊരു തെറ്റായ തീരുമാനം നമ്മൾ കണ്ടത്. ഇന്ത്യ ഖത്തർ മത്സരത്തിൽ ആദ്യ പകുതിയിൽ ഇന്ത്യ ലാലിൻ സുവാല ചാങ്തയിലൂടെ ലീഡ് എടുത്തതിന് ശേഷം പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് മത്സരം പ്രവേശിക്കുകയും നല്ലൊരു പ്രകടനം തന്നെ ഇന്ത്യ കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. ഖത്തർ യൂത്ത് ടീം വെച്ചാൽ അങ്ങനെയല്ല, സബ്സ്റ്റിറ്റ്യൂഷനിലിരുന്ന യങ് പ്ലേയേഴ്സിനെ ഇറക്കിക്കൊണ്ടായിരുന്നു കളിച്ചത്. ബാക്കിയുള്ള പ്ലേയേഴ്സിനൊക്കെ വിശ്രമം അനുവദിക്കുകയായിരുന്നു. എന്നാൽ കൂടി അവർ നല്ല പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുകയും അവർ 72-ാം മിനിറ്റിൽ ഒരു ഷോട്ട് തീർക്കുന്നു. അത് ഗുർപ്രീത് തടുത്തുകൊണ്ട് കാൽ തട്ടി അത് കോർണർ ഫ്ലാഗ് കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. അവർക്കൊരു കോർണറായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത്. എന്നാൽ ഒരു ഖത്തർ പ്ലെയർ അത് എടുത്ത് പുറകിലേക്ക് ഇടുകയും മറ്റൊരു പ്ലെയർ അത് ഫിനിഷ് ചെയ്യുകയുമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ റഫറി അതിന് തൊട്ട് മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു, അത് കണ്ടു നിൽക്കുക തന്നെയായിരുന്നു. എന്നാൽ റഫറിയുടെ തീരുമാനമാണ് എല്ലാ ആരാധകരും ഞെട്ടിച്ചത്. അത് ഗോൾ അനുവദിക്കുകയാണ്. ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് യോഗ്യതാ മത്സരത്തിൽ ഒരു റഫറിയുടെ തീരുമാനം കൊണ്ട് മാത്രം മാനസികമായി തളർന്നുകൊണ്ട് മാത്രം ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. അത്രത്തോളം ദയനീയരം തന്നെയാണ് റഫറിയുടെ ചതി എന്ന് പറയുന്നത്. അസിസ്റ്റൻ്റ് റഫറിയുടെ അടുത്തേക്ക് ഗോൾ കീപ്പറും സഹൽ അബ്ദുൽ സമദും മറ്റു പ്ലേയേഴ്സും ഇന്ത്യൻ താരങ്ങൾ ഓടിയെടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. എന്നാൽ അവിടെയും ഇന്ത്യക്ക് അനുകൂലമായ ഒരു തീരുമാനം അസിസ്റ്റൻ്റ് റഫറിയും ഒന്നും എടുത്തില്ല എന്ന് തന്നെയാണ്. ഇനി ഇതിനെതിരെ എന്ത് നടപടിയായിരിക്കും ഫിഫ റഫറിക്കെതിരെ എടുക്കുക, അല്ലെങ്കിൽ ഖത്തറിനെതിരെ എടുക്കുക എന്നൊക്കെ കണ്ടറിയണം. എടുക്കുമോ എന്ന് വരെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എടുക്കേണ്ടത് തന്നെയാണ്. കാരണം ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഒരു വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ 3ാം ഘട്ടത്തിലേക്ക് ഇന്ത്യ പ്രവേശിക്കാനിരിക്കെ ഈ ഒരു വിജയം ഇന്ത്യക്ക് അനിവാര്യം തന്നെയായിരുന്നു. ഫുട്ബോളിനോടുള്ള സ്നേഹം ഇതുപോലെയുള്ള ഒരു കാരണമാണ് നമുക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇത് തിരുത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ വേൾഡ് കപ്പ് അവസാനിച്ചു. യോഗ്യത 2026 യോഗ്യത അവസാനിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഇനി വേൾഡ് കപ്പിലേക്ക് 2026 ഇല്ല. അപ്പോൾ ഇനി പ്രവേശിച്ചിരിക്കുന്ന റൗണ്ട് 3ലേക്ക് കുവൈത്തും ഖത്തറുമാണ്. ഇനി എന്താവുമൊക്കെ കണ്ടു തന്നെ അറിയാം. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റു വീഡിയോ കൊണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ടച്ച് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.